റെയിൽവേ ഓവർബ്രിഡ്ജ് ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൊല്ലത്ത് കല്ലുംതാഴത്ത് ദേശീയപാത മാർച്ച് 1 മുതൽ, അതായത് അടുത്ത മാസം 1-ാം തീയതി മുതൽ ഒരു മാസത്തേക്ക് അടച്ചിടുമെന്ന വാർത്ത വരുന്നുണ്ട്. ഇന്നു മുതൽ ഈ മാസം 28-ാം തീയതി വരെ രാത്രിയിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇന്ന് രാത്രി 9 മണി മുതൽ നാളെ പുലർച്ചെ വരെ ഗതാഗതം ഏർപ്പെടുത്തും. അതായത് എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ പുലർച്ചെ വരെ ഗതാഗത നിരോധനം. ആ സമയത്തായിരിക്കും ജോലി കൂടുതൽ നടക്കുക. കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി വാർത്തയുടെ അപ്ഡേഷനുമായി ചേരുന്നു. പറയൂ സൂര്യഗായത്രി, സുപ്രഭാതം. ഗുഡ് മോർണിംഗ് SKN. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുംതാഴത്താണ്. ഇവിടെ ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. പല വശങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ തൊട്ട് മൺമതിൽ വേണ്ടേ വേണ്ട എന്നുള്ള പോസ്റ്ററൊക്കെ കാണാം. അതായത് പ്രതിഷേധമൊക്കെ നടന്ന സ്ഥലമാണ്. എന്തായാലും കല്ലുംതാഴത്ത് ഈ ROB അതുപോലെ തന്നെ മൺമതിൽ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇന്നു മുതൽ 28 വരെ രാത്രി ഗതാഗത നിരോധനം ഉണ്ടാകും. പൂർണ്ണമായിട്ടും 9 മണി മുതൽ പുലർച്ചെ വരെ ഇന്ന് മുതൽ ഇതുവഴി ഈ കാണുന്ന ദേശീയപാതയിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടില്ല എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഒക്കെ കടന്നു വരുന്ന പ്രദേശമാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ഇവിടെയാണ് രാത്രി ഗതാഗത നിരോധനം ഇന്ന് മുതൽ ഏർപ്പെടുത്തുന്നത്. അതിന് പകരം ബദൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കളക്ടറുടെ ചേംബറിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് ഈ തീരുമാനം. എന്തായാലും ഇന്ന് മുതൽ 28 വരെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൊട്ടിയത്ത് നിന്ന് തിരിഞ്ഞ് കണ്ണനെല്ലൂർ, ഭരണിക്കാവ്, ശാസ്താംകോട്ട, ചവറ, KMML വഴി ദേശീയപാതയിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പ്. മറ്റൊന്ന്, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഹെവി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആക്സൽ വാഹനങ്ങൾ അത് ചവറ KMML ഭാഗത്ത് നിന്ന് ശാസ്താംകോട്ട, ഭരണിക്കാവ്, കണ്ണനെല്ലൂർ വഴി കടന്നു പോകണം. അങ്ങനെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൂടെ മാത്രമേ വാഹനങ്ങൾ കടത്തിവിടൂ എന്നുള്ളതാണ്. അടുത്ത മാസം മുതൽ മാർച്ച് 1 മുതൽ 31 വരെ പൂർണ്ണമായിട്ടും ഈ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കടന്നു പോകേണ്ട സ്ഥലങ്ങളുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് കൂടാതെ മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത ക്രമീകരണത്തിന് വേണ്ടി 30 ട്രാഫിക് വാർഡന്മാരെയാണ് നിയോഗിക്കുക. അതുപോലെ തന്നെ കല്ലുംതാഴം ലെവൽ ക്രോസ് അടച്ചിടുന്ന സമയം കുറയ്ക്കുമെന്നത് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കല്ലുംതാഴം അയത്തി അടിപ്പാതകളിൽ ഇരുവശത്തേക്കും ഗതാഗത യോഗ്യമാക്കി എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ പാൽക്കുളങ്ങര NH അപ്രോച്ച് റോഡ് അത് ഗതാഗത യോഗ്യമാക്കും എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. കാരണം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ഈ പല വശങ്ങളിലേക്കായിട്ട് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടാണ് ഈ പണികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.